ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് LPG പോളിസീസിന്റെ ആ ഒരു സംഭവങ്ങൾ വരെയായിരുന്നു ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. ന്യൂ എക്കോണമിക് പോളിസി എന്താണ്, അതിന്റെ കാര്യങ്ങളൊക്കെ, സ്റ്റെബിലൈസേഷൻ, സ്ട്രക്ചറൽ മെഷേഴ്സ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് LPG പോളിസികളിൽ ഓരോന്നിന്റെയും കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതായത് LPG എന്നാണ് ഇത് നമ്മൾ പറയുന്നത് കേട്ടോ. LPG, അതായത് L ഫോർ ലിബറലൈസേഷൻ, P ഫോർ പ്രൈവറ്റൈസേഷൻ ആൻഡ് G ഫോർ ഗ്ലോബലൈസേഷൻ. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ലിബറലൈസേഷനിലേക്ക് തന്നെ നമുക്ക് ആദ്യം അത് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോ നമ്മള് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളതാണ്, ആ ടീച്ചർ ഭയങ്കര ലിബറൽ ആണ് അല്ലെ, അല്ലെങ്കിൽ ആ സാറ് ഭയങ്കര ലിബറൽ ആണെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ എന്താണ് ഈ ലിബറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലിബറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ഒരുപാട് സ്ട്രിക്റ്റ് അല്ലാത്തതിനെയാണ് ലിബറൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇന്ത്യൻ എക്കോണമി ബിഫോർ 1991 എങ്ങനെയായിരുന്നു, ആഫ്റ്റർ 1991 എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത്. ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നു അല്ലെ. ഒരു ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത്. പക്ഷേ ഈ നാഷണൽ ന്യൂ ഇക്കണോമിക് പോളിസി, ന്യൂ ഇക്കണോമിക് പോളിസി വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യ ഒരു ഓപ്പൺ ഇക്കോണമി ആയിട്ട് മാറി എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഓപ്പൺ ഇക്കോണമിയിൽ എല്ലാ കാര്യങ്ങളും അത്ര സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ആയിരിക്കത്തില്ല നടക്കുന്നത്. അതായത് നമ്മൾ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു എക്കോണമി ലിബറൽ ആവുമ്പോൾ ആ റെസ്ട്രിക്ഷൻസ് എല്ലാം നമ്മൾ അവിടെ നിന്ന് എടുത്ത് കളയും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലിബറലൈസേഷൻ എന്താണെന്നുള്ളത് ഡെഫിനിഷൻ ഉൾപ്പെടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോണമിയുടെ പല ഭാഗങ്ങളും നമ്മൾ ഓപ്പൺ ആക്കി ഇടുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള റെസ്ട്രിക്ഷൻസ് നമ്മൾ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ 1980സിലാണ് ഈ LPG പോളിസി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ന്യൂ ഇക്കണോമിക് പോളിസി ഒക്കെ തുടങ്ങിയത്. അതിന്റെ ഏറ്റവും ഒറിജിൻ എന്ന് പറയുന്നത് അതിന്റെ പല ചേഞ്ചസ് നമുക്ക് 1980s തൊട്ട് കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാല് ആ സമയത്ത് ഈ ലിബറൽ പോളിസികൾ ഒരുപാട് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ന് പറയുന്ന സംഭവം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി, ഫിസ്ക്കൽ പോളിസി, അതുപോലെ ടെക്നോളജി കൂടുന്നത്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനത്തെ ഉള്ള ഒരുപാട് റിഫോമുകൾ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് കറക്റ്റ് ആണ്. 1980സിലും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 1991 നടന്ന ആ ഒരു റിഫോമിലാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന ന്യൂ ഇക്കണോമിക് പോളിസികൾ കംപ്ലീറ്റ് ആവുന്നത്, അതിന്റെ ഏറ്റവും പീക്കിലെത്തുന്നത് ഈ പറയുന്ന 1991 LPG റിഫോംസോട് കൂടിയാണ്. ഓക്കെ, LPG എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ലിക്വിഫൈഡ് ആ പെട്രോളിയം ഗ്യാസ് എന്നുള്ളതല്ല ഓർമ്മ വരേണ്ടത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ആണ്. അപ്പൊ ലിബറൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് അല്ലാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാ റെസ്ട്രിക്ഷൻസും ഒരു ഇക്കോണമിയിൽ ഒഴിവാക്കുക. 1980s തൊട്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നതായിട്ട് കാണാമെങ്കിലും 1991 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് അത് അതിന്റെ ഒരു കംപ്ലീറ്റ് ഫോമില് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിബറലൈസേഷൻ ഓരോ മേഖലയെ എങ്ങനെയാണ് അഫക്ട് ചെയ്തത് നമുക്ക് നോക്കണം. ഇപ്പൊ ഇൻഡസ്ട്രികളെ എങ്ങനെയാണ് അഫക്ട് ചെയ്തത്, അതുപോലെ തന്നെ ടാക്സേഷനെ, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ, പിന്നെ ഏറ്റവും ഫോറിൻ എക്സ്ചേഞ്ചിനെ എങ്ങനെ കണക്ട് ചെയ്തു, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിനെ അത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത വാക്കുകളോ സംഭവങ്ങളോ ഒക്കെ ഭയങ്കര കുറവാണ്. നമുക്ക് പഠിച്ചു വെക്കാനും ഓർത്തിരിക്കാനും ഒക്കെ നല്ല എളുപ്പമാണ്. അപ്പം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടുണ്ടായ ചേഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ ഒരു ഡീറെഗുലേഷൻ ആണ്. ഡീറെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാന്നാണ് അല്ലെ. അപ്പൊ നേരത്തെ നമ്മുടെ ഇൻഡസ്ട്രികളെയൊക്കെ ഗവൺമെന്റ് എങ്ങനെയാ കൺട്രോൾ ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പൊ ആ കൺട്രോളിംഗ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡീറെഗുലേഷൻ എന്ന് പറയുന്നത്. ഈ ടേം ഒന്നും കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. അതിന്റെ അതേ മീനിങ് തന്നെയാണ്. റെഗുലേറ്റ് ചെയ്യുന്നത് ഇല്ലാതാക്കുക, കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ത്യയില് റെഗുലേറ്ററി മെക്കാനിസംസ് പല രീതിയിലായിരുന്നു അന്ന് എൻഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു സ്പേസ് ഉണ്ട്, എൻഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ആദ്യത്തെ കേസ് നോക്കിയിട്ട് നമുക്ക് അതിന്റെ ചേഞ്ച് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, മുമ്പ് എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റെഗുലേഷൻ നടന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ നടന്ന ചേഞ്ചസ് നോക്കാം.
അപ്പോ ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിറ്റ് ലൈസൻസ് രാജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വെച്ചിട്ടാണ് കഴിഞ്ഞ ചാപ്റ്റർ തീർത്തത് തന്നെ. അപ്പൊ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും, ഇപ്പൊ ആർക്കും, ഇപ്പം എനിക്കൊരു പുതിയൊരു എന്താണ് ഒരു ഇൻഡസ്ട്രി തുടങ്ങണം. പക്ഷെ എനിക്ക് എന്താണ് ചുമ്മാ പോയി അങ്ങ് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അതിന് ലൈസൻസ് വേണം, അല്ലെ? ലൈസൻസ് വേണം. ലൈസൻസ് സ്റ്റാർട്ട് ചെയ്യാൻ, അതായത് ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ ലൈസൻസ് വേണം. ആ ഇൻഡസ്ട്രി പൂട്ടിപ്പോവാണെങ്കിൽ ലൈസൻസ് വേണം. അതുപോലെ തന്നെ അതിനുള്ളിൽ ഞാൻ എത്ര പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെന്ന് വരെ ഈ പറയുന്ന ലൈസൻസിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ പെർമിഷൻ അനുസരിച്ചിട്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. അപ്പൊ നിങ്ങൾക്ക് മറ്റേ മിഥുനം സിനിമ ഒക്കെ ഞാൻ അന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നതാണ്. ദാക്ഷായണി ബിസ്ക്കറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് മോഹൻലാൽ അനുഭവിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വേണം. ഇപ്പൊ നമുക്കൊരു ഫേം സ്റ്റാർട്ട് ചെയ്യും, ഫേം എന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയുടെ ചെറിയ യൂണിറ്റ് ആണ് കേട്ടോ, ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ പോലെ നമ്മൾ പറയുന്നതാണ് ഫേം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫേം തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫേം നിർത്തണമെങ്കിൽ, ഇനി അതിനകത്ത് എത്ര സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് വരെ തീരുമാനിക്കുന്നതിന് നമുക്ക് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഒരു കാലത്ത് അത്യാവശ്യമായിരുന്നു. ഓക്കെ. അതുപോലെ പല ഇൻഡസ്ട്രികളിലും പ്രൈവറ്റ് സെക്ടറിലായിരുന്നു, അതായത് നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ സെക്ടറുകളും കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരുന്നു, അല്ലെ? പ്രൈവറ്റിന് അവിടെ വലിയ ഒരു, ഇന്നത്തെ കാലത്ത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പേസിൽ വരെ ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടർ കയറി ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ഇപ്പൊ സ്പേസിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ അങ്ങനത്തെ ഉള്ള സ്റ്റാർട്ടപ്പുകളും സംഭവങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോ. പക്ഷേ അന്നത്തെ കാലത്ത് ഈ പ്രൈവറ്റ് സെക്ടറിന്റെ ഒരു കാരണവശാലും ചില മേഖലകളിൽ അവർ ഇടപെടുത്തിയിരുന്നില്ല, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ആയിരുന്നു, ഗവൺമെന്റ് ആയിരുന്നു ഫുൾ കൺട്രോളും ചില ഇൻഡസ്ട്രികളിൽ ഉണ്ടായിരുന്നത്. ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തെ കാര്യമാണ്, ചില സാധനങ്ങൾ സ്മോൾ സ്കെയിൽ ആയിട്ട് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർ സമ്മതിച്ചിരുന്നുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ബീഡി കമ്പനികൾ ഉണ്ടല്ലേ, ഇത് സാധാരണ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് ഉദാഹരണമാണ് ഈ ബീഡി കമ്പനികൾ എന്ന് പറയുന്നത്. സിഗരറ്റ്, ബീഡി, സിഗരറ്റ് പിന്നെയും പോട്ടെ, ബീഡി, അല്ലെ? ബീഡി എന്ന് പറയുന്നത് ചെറിയ സിഗരറ്റിന്റെ. അപ്പൊ ആ ബീഡി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇവിടെ നാട്ടിൽ ഭയങ്കര എന്താണ് നല്ല അത്യാവശ്യം സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്ന ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിരുന്നു. അപ്പൊ ആ സാധനങ്ങൾ, അപ്പം അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ മാത്രമാണ് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതൊരു വലിയൊരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയിലേക്ക് അവർ വളർത്താൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നില്ല. അപ്പൊ ചില സാധനങ്ങൾ ഈ പറയുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമായിട്ട് കൊടുത്തു. അപ്പൊ ഇത് എന്തിനാണ് ഇങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഉദ്ദേശമുണ്ട്. മറ്റൊന്നുമല്ല, ടു റെഡ്യൂസ് കോമ്പറ്റീഷൻ, അല്ലെ? അതായത് കോമ്പറ്റീഷൻ കുറയ്ക്കുക, അതായത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാര് ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യരുത്, ഇവരുമായിട്ട് മത്സരിക്കരുത്, അങ്ങനെ ഇവരുടെ പ്രൊഡക്ഷൻ കുറയരുത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചില സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ചില സാധനങ്ങളുടെ, മിക്കവാറും എല്ലാ സാധനങ്ങളും നമുക്ക് പറയാം, മിക്കവാറും എല്ലാ സാധനങ്ങളുടെയും വില നിശ്ചയിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അതും ഗവൺമെന്റ് ആണ്, അല്ലെ? ഇപ്പൊ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകൾ കൊടുക്കുന്നതായാലും അതുപോലെ തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതായാലും ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ ചുമതലയായിട്ട് മാറാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു രീതിയാണ് നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്ങിന്റെ കാര്യം ഓർക്കുക. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പ്രൈവറ്റ് സെക്ടറിനെ എല്ലാ മേഖലയിലും അനുവദിച്ചിരുന്നില്ല. പിന്നെ ചില സാധനങ്ങൾ സ്മോൾ സ്കെയിൽ സെക്ടറിൽ മാത്രമായിരുന്നു ഒതുങ്ങി നിന്നിരുന്നത്. പ്രൈസ് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത്, അതായത് ഗവൺമെന്റ് പറയും ഇന്ന ഇന്ന സാധനങ്ങൾ ഇന്ന ഇന്ന വിലയ്ക്ക് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് ഗവൺമെന്റ് പറയും. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുണ്ടായിരുന്ന കുറച്ച് കൺട്രോൾ, ആ റെഗുലേഷൻസ് ആണ് ഗവൺമെന്റ് ആഫ്റ്റർ 1991 എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ന്യൂ ഇക്കണോമിക് പോളിസിയിലൂടെ എടുത്തു കളയുന്നത്. ഓക്കെ. 1991 കഴിയുമ്പോഴത്തേക്കും ഇതിൽ പല ചേഞ്ചസ്, അപ്പൊ അതിൽ ഓരോ മുമ്പ് എങ്ങനെയായിരുന്നു അതിന് ശേഷം എങ്ങനെയായിരുന്നു എന്ന് തന്നെ നമ്മൾ പഠിക്കണം കേട്ടോ. അങ്ങനെ തന്നെ ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് നേരത്തെ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് അബോളിഷ് ചെയ്യാണ്. ഓക്കെ. എല്ലാ സാധനത്തിനും അബോളിഷ് ചെയ്തു, പക്ഷേ അവിടെ നമ്മൾ കുറച്ച് എക്സെപ്ഷൻസ് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോണം. അതായത് എല്ലാവർക്കും ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഒഴിവാക്കി കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു, പക്ഷെ എങ്കിൽ പോലും നമ്മൾ ചില ആൾക്കാരെ അതിൽ നിന്ന് ഒഴിവാക്കി. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ആൽക്കഹോൾ, അല്ലെ? മദ്യം, ഈ മദ്യം, സിഗരറ്റ്, പിന്നെ നമുക്ക് എന്തെങ്കിലും കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഉപദ്രവകാരികളായിട്ടുള്ള കെമിക്കൽസ്, ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ് ലൈക്ക്
നമ്മളിങ്ങനെ പല സാധനങ്ങൾ എക്സ്പ്ലോഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇലക്ട്രോണിക്കുകൾ, എയറോസ്പേസ്, ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ലൈസൻസിങ് അനിവാര്യമാണ്. ഓക്കെ, ഇപ്പോഴും നമ്മളൊരു മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫേം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. സിഗരറ്റ് ആയിക്കോട്ടെ, ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ്, കാരണം അതൊക്കെ നമുക്ക് എൻവയോൺമെന്റലി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ ആയിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകം കൺസേൺ കൊടുക്കണം അല്ലെ. ഇപ്പം തോന്നുന്ന ആൾക്കാർക്കൊക്കെ തോന്നുന്നിടത്ത് കൊണ്ടുവന്ന് ബോംബ് ഉണ്ടാക്കാനുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞാല് അത് നാളെ ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ തന്നെ ബാധിക്കും. അപ്പൊ അത് പാടില്ല. അപ്പൊ അത് പാടില്ലാത്തത് കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ഈ പറഞ്ഞിരിക്കുന്ന മേഖലകളിൽ ഗവൺമെന്റ് കമ്പൽസറി ആക്കാണ്. ആൽക്കഹോൾ, സിഗരറ്റ്സ്, ഹസാഡസ് കെമിക്കൽസ്, ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ്, ഇലക്ട്രോണിക്സ്, എയറോസ്പേസ്, ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക്. ഓക്കെ, അപ്പോ ഇത് ഒഴിച്ചിട്ട് ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി ഈ പബ്ലിക് സെക്ടറിലേക്ക് കൊടുത്തിരിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് റെയിൽവേ ആണ് അല്ലെ. റെയിൽവേ ട്രാൻസ്പോർട്ട്, അതായത് റെയിൽവേ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ അദാനി അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരുപാട് വാർത്ത കേട്ടെങ്കിലും ഇപ്പോഴും നമുക്ക് റെയിൽവേ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനി, അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു വലിയൊരു നെറ്റ്വർക്ക് ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ് അറ്റോമിക് എനർജി അല്ലെ. അറ്റോമിക് എനർജിയിലും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഒന്നും ഇതുവരെ കൈ കടന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് പോയിന്റ് ഇല്ലേ, സെക്കൻഡ് പോയിന്റിന്റെ കാര്യമാണ് അവിടെ പറയുന്നത് കേട്ടോ. അറ്റോമിക് എനർജിയും അതുപോലെ റെയിൽവേ മാത്രമാണ് ഇപ്പം കംപ്ലീറ്റ്ലി ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നത്. ബാക്കി എല്ലാ മേഖലയിലും പ്രൈവറ്റ് സെക്ടർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എയറോസ്പേസ് പോലത്തുള്ള മേഖലയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിലൊക്കെ ഡ്രഗ്സ് ആയിക്കോട്ടെ, ഫാർമസ്യൂട്ടിക്കൽസ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നല്ല മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് പക്ഷെ ലൈസൻസിങ് എടുക്കണം, ആ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് സം ഗുഡ്സ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ മാത്രമേ ചില സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ നേരത്തെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ മിക്കവാറും എല്ലാ സാധനങ്ങളും, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും ഡീ റിസർവ് ചെയ്തു എന്നാണ് പറയുന്നത്. ഡീ റിസർവ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുമില്ല, അത് അവർക്ക് മാത്രം കൊടുത്തിരുന്ന കാര്യമാണ് അല്ലെ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രം കൊടുത്തിരുന്ന പല കാര്യങ്ങളും അവർ ഒഴിവാക്കി കൊടുത്തു. അതായത് ഇനി അത് മറ്റ് കമ്പനികൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇനി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് ബീഡി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. ഇനി പടക്കം, ഇപ്പൊ നമ്മൾ ഈ നാട്ടിലൊക്കെ എന്തെങ്കിലും സെലിബ്രേഷൻ ഒക്കെ വരുമ്പോൾ പടക്കം യൂസ് ചെയ്യും. ഈ പടക്കം എന്ന് പറയുന്ന സാധനം ഏതെങ്കിലും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് നേരത്തെ അവരാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഇനി അത് വേറെ ആൾക്കാർക്ക് ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഡീ റിസർവ് ചെയ്യാണ് അല്ലെ. റിസർവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സീറ്റ് ഒരാൾക്ക് വേണ്ടി ഒഴിച്ചിടുന്നതിനെയാണ് റിസർവേഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ അത് ഡീ റിസർവ് ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ കയറിയിരിക്കാം. അതുപോലത്തെ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നേരത്തെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പല സാധനങ്ങളും ഇപ്പം മിക്കവാറും എല്ലാ കമ്പനികൾക്കും പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് ഗവൺമെന്റ് ആണ് പ്രൈസ് ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് ഇനി തൊട്ട് മാർക്കറ്റ്, മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ രണ്ട് ഫോഴ്സുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഡിമാൻഡ് ആണ് കേട്ടോ, ഒന്ന് ഡിമാൻഡ് ആണ്. രണ്ടാമത്തതാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഡിമാൻഡും ഉണ്ട് അതുപോലെ തന്നെ സപ്ലൈ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡിമാൻഡ് സപ്ലൈ ഒക്കെ അനുസരിച്ചിട്ടാണ് സാധനങ്ങളുടെ വിലയൊക്കെ നിശ്ചയിക്കുന്നത്, അല്ല ഗവൺമെന്റ് ഒന്നും അല്ല. ഇപ്പൊ ഗവൺമെന്റ് നമ്മുടെ അടുത്ത് അങ്ങനെ പറയത്തില്ലല്ലോ, എന്താണ് ഈ പറയുന്ന പോലെ തക്കാളിക്ക് 30, കിലോയ്ക്ക് 30, അങ്ങനൊന്നും ഗവൺമെന്റ് ഇപ്പൊ പറയാറില്ല, പ്രൈസ് ഒന്നും ഫിക്സ് ചെയ്യാറില്ല. പകരം അത് മാർക്കറ്റ് ആണ് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ സാധനങ്ങൾ ഒരുപാട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിലക്കുറവും സംഭവങ്ങളും ഒക്കെ നമുക്ക് കിട്ടും. ഇനി കുറവാണെന്നുണ്ടെങ്കിൽ വില കൂടും. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ഡിമാൻഡും സപ്ലൈ ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും. ഇത് കുറച്ചുകൂടെ ഒരു മൈക്രോ എക്കണോമിക്സിൽ വരുന്ന പാർട്ടായി ഡിമാൻഡ് സപ്ലൈ ഒക്കെ. അപ്പോ അത് നെക്സ്റ്റ് ഇയറിലായിരിക്കും പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ 1991 ആവുമ്പോഴത്തേക്കും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരികയാണ്. ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് അബോളിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിലെ പല കാര്യങ്ങളും പ്രൈവറ്റ് സെക്ടറിന് അനുവദിച്ചു കൊടുക്കുന്നു. ഡീ റിസർവേഷൻ നടക്കുന്നു അല്ലെ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ മാത്രം ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഡീ റിസർവ് ചെയ്യുന്നു. അതുപോലെ മാർക്കറ്റിനും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വില നിശ്ചയിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അവിടെ നോക്കാനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ഫിനാൻഷ്യൽ സെക്ടറിലാണ്. അതായത് സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി. ഓക്കെ, അപ്പൊ ഈ ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഉണ്ടായിട്ടുള്ള ചേഞ്ചുകൾ നോക്കും. ഇപ്പം കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെ, SBI, കാനറ, സിൻഡിക്കേറ്റ് പോലത്തുള്ള, സിൻഡിക്കേറ്റ് ഇപ്പോൾ മെർജ് ആയല്ലോ.
അല്ലാതെയുള്ള ഇപ്പം ബാങ്കുകൾ ഉണ്ടല്ലോ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻ, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെടും. അതായത് നമ്മൾ ഡയറക്ട്ലി കൊണ്ടുവന്ന് ലോണും ഡെപ്പോസിറ്റും ഒക്കെ കൊടുക്കുന്നതും വാങ്ങുന്നതും, പിന്നെ ഈ പറയുന്നത് പോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും, സ്റ്റോക്ക് എക്സ്ചേഞ്ചും, ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി എനിക്കുള്ള ചോദ്യം, നമ്മുടെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സെക്ടർ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ബാങ്കേഴ്സ് ബാങ്കായിട്ടും ഗവൺമെന്റിന്റെ ബാങ്കായിട്ടും ഒക്കെ അറിയപ്പെടുന്ന ആരാണ്? RBI ആണ് അല്ലെ? അപ്പൊ ഫിനാൻഷ്യൽ സെക്ടർ, ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സെക്ടർ ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് RBIയുടെ കയ്യിലാണ്. അപ്പൊ RBI ആണ് ഇപ്പം ലോണിന് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഒരാൾക്ക് ലോൺ കൊടുക്കണം, അല്ലെ, ഓരോ മേഖലയിലോട്ട് എങ്ങനെയാണ് പ്രയോറിറ്റി ലെൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അതായത് ഇപ്പൊ കൃഷിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കടം കൊടുക്കണം, വേറെ ഏതെങ്കിലും ഫീൽഡ് ആണെങ്കിൽ എത്ര കടം കൊടുക്കണം, ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ഇതെല്ലാം തീരുമാനിക്കുന്നത് RBI ആണ്. അപ്പൊ RBIയുടെ നേരത്തെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലേറ്റർ ആയിരുന്നു RBI. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു നമ്മുടെ RBI എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നു, ഒരു നമ്മുടെ ഒരു ഇന്ത്യയിലെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ കാര്യത്തിലും ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യത്തിലും കയറി ഇടപെട്ട് അവിടെ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നതിനകത്തോട് അത് അത്ര എങ്ങോട്ടാ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു രീതിയല്ല അല്ലെ? അപ്പോ ഇവിടെ വന്നിട്ടുള്ള ചേഞ്ച്, ഫിനാൻഷ്യൽ സെക്ടർ റിഫോമിൽ വന്നിട്ടുള്ള ചേഞ്ച് ഓർക്കുമ്പോ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ RBIയുടെ റോള് നമ്മൾ ചുരുക്കി എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ അവർ റെഗുലേറ്റർ ആയിരുന്നെങ്കിൽ ഇപ്പൊ അവർ ഫെസിലിറ്റേറ്റർ മാത്രമാണ്. ഫിനാൻഷ്യൽ സെക്ടറിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനൊക്കെ പറ്റുമെങ്കിലും അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ഇപ്പൊ അവിടെ കൊടുക്കുന്നില്ല. അല്ല, എപ്പോഴും നമ്മുടെ ഗവൺമെന്റ് ഒക്കെ RBIയോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ RBI അതിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ അവർക്ക് മാറ്റാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു രീതിയാണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ നേരത്തെ ഇങ്ങനെ ഗവൺമെന്റിനെ വരെ അടിച്ചു ദൂരെ കളഞ്ഞിട്ട് ഇങ്ങനെ RBI ഫിനാൻസ് മാറ്ററിലെല്ലാം ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇനി വേണ്ട. ഇനി എന്താണ്, ഒരു ആസ് എ റെഗുലേറ്ററിൽ നിന്ന് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാന്നുള്ളതല്ലാതെ എല്ലാം ഒന്നൊന്ന് മാനേജ് ചെയ്യുന്ന ഒരാളായിട്ട്, ഒരു ഫെസിലിറ്റേഷൻ അല്ലെ, ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആളായിട്ട് ഫിനാൻഷ്യൽ സെക്ടറിന്റെ ഫെസിലിറ്റേറ്റർ ആയിട്ട് ആര് മാറുകയാണ്? RBI മാറുകയാണ്. അപ്പൊ ഇത് 1991 ന്യൂ ഇക്കണോമിക് പോളിസിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ സെക്ടറിൽ ഇപ്പൊ ഒരു സെക്യൂർ എന്താണ് നമ്മൾ പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവർക്ക് RBIയോട് ചോദിക്കണ്ട. ഓക്കെ, ഇപ്പൊ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ SBIക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ദി ഹാവ് ടു ആസ്ക് ടു ദ RBIയോട് ചോദിക്കണം. പക്ഷെ ഇപ്പൊ അത് വേണ്ട. ഇപ്പൊ RBIയുടെ അടുത്ത് കൺസൾട്ട് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറഞ്ഞിട്ടുള്ള ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് തീരുമാനം എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഫിനാൻഷ്യൽ സെക്ടർ റിഫോമില് നമ്മൾ പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ സെക്ടർ റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് RBI ആണ് കേട്ടോ. RBI ആണ് റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്നും അവർക്ക് ഒരു ഫെസിലിറ്റേറ്റർ റോള് കൊടുക്കുകയാണ്. ഇനി തൊട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്, ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ അവർ ഇഷ്ടം പോലെ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അവർക്ക് ഈ പറയുന്ന RBIയോട് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഒരു റിഫോം പോളിസിയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെയും, അതായത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ ബാങ്കുകൾ മാത്രമല്ല, ഈ പുറത്തു നിന്നുള്ള ഒരുപാട് ബാങ്കുകളില്ലേ, അതായത് ഫോറിൻ ആയിട്ടുള്ള ഒരുപാട് ബാങ്കുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ വരാനുള്ള ഒരു മേജർ കാരണക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂ ഇക്കണോമിക് പോളിസിയാണ്. 1991 വന്നിട്ടുള്ള ഈ ന്യൂ ഇക്കണോമിക് പോളിസി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വരാൻ പോണില്ല. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഫോറിൻ ആയിക്കോട്ടെ ഇന്ത്യൻ ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാല് നമുക്ക് പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടും അല്ലെ, നിക്ഷേപം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഇന്ത്യയിൽ അത് നേരത്തെ ഭയങ്കര കുറവായിരുന്നു, പക്ഷെ ഇപ്പൊ അത് 74% ആയിട്ട് കൂടിയിട്ടുണ്ട്. ആഫ്റ്റർ 1991 ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് 74% ആയിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയൊരു ബാങ്ക്, ഇപ്പൊ SBIക്ക് പുതിയൊരു ബ്രാഞ്ച് ഇടണം. അപ്പം SBIക്ക് പുതിയ ബ്രാഞ്ച് ഇടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അപ്രൂവൽ കൊടുക്കുന്നതും ആ ബ്രാഞ്ചിനെ അംഗീകരിക്കുന്നതും ഇതെല്ലാം RBI ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റെഗുലേറ്റർ എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ RBI ആണ് എല്ലാ കാര്യങ്ങളും കയറി ഇടപെട്ട് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി തൊട്ട് ഈ ബാങ്കുകൾക്ക് RBIയുടെ അപ്രൂവൽ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? പുതിയ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പുതിയ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ ഉള്ള ബ്രാഞ്ചുകൾക്ക് അംഗീകാരം കൊടുക്കാനും ആ അംഗീകാരം കിട്ടാനും ഒന്നും ഒരു പാടില്ല. അതിനൊക്കെയുള്ള ഒരു ഫ്രീഡം അവർക്ക് കിട്ടുകയാണ്. അപ്പോ ഇതാണ് ഇപ്പൊ ചില കണ്ടീഷനുള്ള, ഇപ്പം നമ്മളെ എല്ലാ ബാങ്കുകളൊന്നും പറയുന്നില്ല അവിടെ, ഇപ്പൊ ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ടുള്ള ബാങ്കുകൾ ഉണ്ടല്ലോ.
അപ്പൊ അവർക്ക് ഈ RBIയുടെ അപ്രൂവൽ ഇല്ലെങ്കിലും എന്ത് ചെയ്യാം, പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാനും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ബ്രാഞ്ചുകളെ റാഷണലൈസ് ചെയ്യാൻ അംഗീകരിക്കാനും ഒക്കെ ഉള്ള ഒരു അധികാരം കിട്ടുകയാണ്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഇന്ത്യയിൽ നിന്നും അബ്രോഡിൽ നിന്നും ഒക്കെ ഇനി എന്ത് ചെയ്യാം, ബാങ്കുകൾക്ക് ഇൻവെസ്റ്റ്മെന്റുകളെ സ്വീകരിക്കാം അല്ലെ, ഇൻവെസ്റ്റ്മെന്റുകളെ സ്വീകരിക്കാം. പക്ഷേ അവിടെ RBIയുടെ അടുത്ത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ഇത്രയും നേരം പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ എന്ന് വിചാരിക്കരുത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അക്കൗണ്ട് ഹോൾഡറിന്റെയും അതുപോലെ നമ്മുടെ രാജ്യത്തിന് ഒരു ദോഷവും ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് കാരണം ഉണ്ടാവാൻ പാടില്ല അല്ലെ. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBIക്ക് അവിടെ മാത്രം ചെറിയ റോൾ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ മൊത്തം കാര്യങ്ങളും RBIയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് RBIക്ക് ഒരു റെഗുലേറ്റർ പൊസിഷൻ അല്ല നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. പകരം RBI ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്റർ ആണ്, കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരാളാണ്. അല്ലാതെ വേറെ പവറുകളോ സംഭവങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോ ആൾക്കാരുടെ ഈ എന്താണ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് വേറെ അവിടെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഇനി അടുത്ത നിങ്ങൾ നോക്കേണ്ട ഒരു ടേമാണ് FII എന്ന് പറഞ്ഞത്. FDIയും FIIയും ഉണ്ട് കേട്ടോ. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റും ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതിനകത്ത് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുറത്ത് നമ്മുടെ രാജ്യത്തിന് പുറത്തുനിന്ന് നമ്മുടെ രാജ്യത്തിനകത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. പ്രത്യേകിച്ചും ഈ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലത്തുള്ള മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് ഇപ്പൊ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അവർക്ക് ഇന്ത്യയിലും ഇത് ചെയ്യാനായിട്ട് പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഉണ്ടാവുന്നു, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു, പുതിയ ബ്രാഞ്ചുകൾ അല്ലെ, അതിന് RBIയുടെ അപ്രൂവൽ വേണ്ട, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസിൽ നോക്കാനായിട്ട്. അപ്പൊ RBI ആസ് എ റെഗുലേറ്ററിൽ നിന്ന് ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറുകയാണെന്നുള്ള കാര്യമാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് ഏതെന്ന് പറയുന്നത്, അടുത്തതാണ് ടാക്സ് റിഫോംസ് എന്ന് പറയുന്നത്. ടാക്സ് അല്ലെ, ടാക്സ് റിഫോംസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഗവൺമെന്റിന് ടാക്സ് ഒരു വരുമാനമാണെന്ന് നമുക്കറിയാം. അപ്പൊ ടാക്സും അതിന്റെ പൊതു ചെലവ് എക്സ്പെൻഡിച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ടേം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഫിനാൻഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് തന്നെയാണ് നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അത് ടാക്സ് ആയിരിക്കാം, എക്സ്പെൻഡിച്ചർ ആയിരിക്കാം, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ നമ്മൾ കൂട്ടത്തോടെ വിളിക്കുന്ന പേരാണ് ഫിസ്ക്കൽ പോളിസി. അതുപോലെ തന്നെ നമ്മളിപ്പം പ്രൈസും അങ്ങനത്തെ ഉള്ള ഡിമാൻഡ് സപ്ലൈ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറയും അല്ലെ. ഇപ്പൊ RBI എടുക്കുന്ന പല കാര്യങ്ങളും, ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ആയിക്കോട്ടെ, ലോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ പല പല റേറ്റുകൾ ആയിക്കോട്ടെ, അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ മോണിറ്ററി പോളിസി, പ്രൈസ് ആണെങ്കിൽ മോണിറ്ററി പോളിസി എന്നും, ഇനി ഗവൺമെന്റിന്റെ ടാക്സ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒക്കെ ആണെങ്കിൽ അത് ഫിസ്ക്കൽ പോളിസി എന്നുമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ടാക്സ് പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഡയറക്റ്റും ഇൻഡയറക്റ്റും. നിങ്ങൾക്ക് കുഞ്ഞുനാൾ തൊട്ടേ അറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ. ഇപ്പൊ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ലാഭം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കും അത് കളക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ കൊടുക്കുന്ന ഇൻകം ടാക്സ് ഒക്കെ ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് കമ്പനികൾക്കുള്ള പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്ന ടാക്സുകൾ ഉണ്ട്, ആ ടാക്സുകളും ഡയറക്റ്റ് ടാക്സുകളാണ്. ഇപ്പൊ 1991 തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ടാക്സ്, അതായത് ഇൻഡിവിജ്വൽ ഇൻകത്തിൽ മേലുള്ള ഇൻകം ടാക്സ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതായത് ആൾക്കാരൊന്നും ഈ എന്താണ് ഈ പറയുന്ന നികുതി വരുമാനം അടയ്ക്കാത്ത അല്ലെ, നികുതി വരുമാനം എന്നുള്ളതല്ല, ഇൻകം ടാക്സ് അടയ്ക്കാത്തൊരു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഇൻകം ടാക്സ് ഈ ആൾക്കാർ അടയ്ക്കാതെ ഒഴിഞ്ഞു പോകുന്നതിനെ നമ്മളൊരു പേര് വിളിക്കാറുണ്ട്, അതാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഇവേഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറി പോവാന്നല്ലേ. അപ്പൊ ഇങ്ങനെ 1991 തൊട്ട് താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആ ഒരു ഇൻകം ടാക്സിന്റെ ആ ഒരു ടാക്സേഷൻ ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻകം ടാക്സിന്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇത് കൂടുതലായതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ തോന്നുന്നില്ല, ടാക്സ് കൊടുക്കാനായിട്ട് തോന്നുന്നില്ല, കാരണം നമ്മുടെ അത്രയും പൈസ പോവല്ലേ. അപ്പൊ അങ്ങനെ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ചലഞ്ച്, ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവുകയാണ്. ഓക്കെ, അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് അത്യാവശ്യം കുറഞ്ഞിരിക്കുന്നത് നല്ലതാണ്, കാരണം കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യും, ഈ ടാക്സ് കൊടുക്കും. അപ്പൊ ഒരു മോഡറേറ്റ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ആണ് എപ്പോഴും നല്ലതെന്ന് പറഞ്ഞത് കേട്ടോ. മോഡറേറ്റ് ആയിട്ട് പോകുന്നതാണ്. ഒത്തിരി കൂടി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾ ഈ അടുത്ത ബജറ്റിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഇത്ര 12 ലക്ഷത്തിൽ താഴെയുള്ളവരൊന്നും ഇനി
തൊട്ട് ഇത് കൊടുക്കണ്ട, അങ്ങനെ 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 പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു താല്പര്യം വരും ടാക്സ് ഒക്കെ കൊടുക്കാൻ. ഓക്കെ, അതുപോലെ തന്നെയായിരുന്നു കോർപ്പറേഷൻ ടാക്സുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കമ്പനികളുടെ ലാഭത്തിന് മേലുള്ള ടാക്സുകളും ആദ്യമൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷെ അതും ഈ പറയുന്നത് പോലെ പിന്നെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതും കുറയുന്നതായിട്ട് കാണാം. അപ്പൊ ടാക്സ് റിഫോംസിൽ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഡയറക്ട് ടാക്സും രണ്ട് ഇൻഡയറക്ട് ടാക്സും. അപ്പം ഈ ഡയറക്ട് ടാക്സ് ആണ് ഇൻകം ടാക്സ്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലായിരുന്നു. 1991 തൊട്ട് 1991 മുമ്പൊക്കെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടിയാൽ കൂടാത്ത രീതിയിലുള്ള ഇൻകം ടാക്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ അത് കാരണം കൂടുതൽ ആൾക്കാർ ടാക്സ് അടയ്ക്കാതെ വന്നപ്പോഴത്തേക്കും അവരെന്ത് ചെയ്യാണ്, ഇൻകം ടാക്സിന്റെ ആ ഒരു അളവ് കുറച്ചിട്ട് ഒരു മോഡറേറ്റ് ലെവലിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഇതേ കേസാണ് കോർപ്പറേഷൻ ടാക്സിലും കേട്ടോ. കോർപ്പറേഷൻ ടാക്സ് ആദ്യം ഭയങ്കര കൂടുതലായിരുന്നു, പിന്നെ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇൻഡയറക്ട് ടാക്സിലും ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പം റീസെന്റ് ആണ് നമുക്ക് അതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. 2016 നിങ്ങൾക്ക് അറിയായിരിക്കും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്തതിന് ശേഷം, അമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരുത്തുക അല്ലെ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റം വരുത്തിയിട്ട് നമ്മൾ GST എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയെ കൊണ്ടുവന്നു. ഓർമ്മയുണ്ടോ? 2016 2017 ജൂലൈ 1 GST നിലവിൽ വരുന്നത്. അപ്പൊ 2016 ഇങ്ങനെ GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന സംഭവം കേട്ടോ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന് അഡീഷണൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്ട് ടാക്സ് ആയാലും ഡയറക്ട് ടാക്സ് ആയാലും ഒരുപാട് ആൾക്കാർ ഈ ടാക്സ് ഇവേഡ് ചെയ്യുന്നുണ്ട്, ടാക്സ് കൊടുക്കാതിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് വൺ നേഷൻ വൺ ടാക്സ് ആൻഡ് വൺ മാർക്കറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുത്ത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരൊറ്റ കുടക്കീഴിൽ ഒരു GST, ഒരു ഇൻഡയറക്ട് ടാക്സിന് കീഴിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു സാധനത്തിന്മേൽ പല പല ടാക്സ് കൊടുക്കുന്നതിന് പകരം നമുക്കിനി ഒറ്റ ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, ഒറ്റ ടാക്സ് കൊടുത്താൽ മതി. അപ്പം ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ റേറ്റും കുറച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഇടയ്ക്ക് റേറ്റ് ഒക്കെ കൂട്ടി കേട്ടോ, എന്നാലും കമ്പാരിറ്റീവ്ലി റേറ്റ് ഒക്കെ കുറവാണ്. അപ്പൊ ആൾക്കാർക്ക് ആ ഒരു ടാക്സ് അടയ്ക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ ഡയറക്ട് ടാക്സിന്റെ കേസിൽ എങ്ങനെയാണെന്നും ഇൻഡയറക്ട് ടാക്സിന്റെ കേസിൽ എങ്ങനെയാണെന്നും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ GST ആണെന്നുണ്ടെങ്കിലും ആ ഒരു കുറവ്, ആ ഒരു സിംപ്ലിഫിക്കേഷൻ കാരണം ആൾക്കാർക്കൊക്കെ ഇപ്പൊ കൊടുക്കാനുള്ള ഒരു തോന്നലുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പഠിച്ചത് ഡീറെഗുലേഷൻ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായ ലിബറലൈസേഷൻ, പിന്നെ ഫിനാൻഷ്യൽ സെക്ടറിൽ, അതുപോലെ മൂന്നാമതായിട്ട് ടാക്സ് റിഫോംസും ആണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്താണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് എന്ന് പറയുന്നത് കേട്ടോ. ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, ഫോറിൻ എക്സ്ചേഞ്ച് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു റിഫോം എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതും ഇതിനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചായിരുന്നു ഒരു BOP ക്രൈസിസ് അല്ലെ. BOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ്. അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതും ഒക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ഇന്ത്യയില്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാണ്. ഇപ്പൊ $1 എന്ന് പറയുന്നത്, ഓക്കെ, $1 എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ 80 രൂപയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇപ്പൊ 80 കൂടുതലൊക്കെ ആയിട്ടുണ്ട്. $1 എന്ന് പറയുന്നത് ഇവിടുത്തെ 80 രൂപയാണെന്ന് വിചാരിക്കാം. ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഈ $1 എന്ന് പറയുന്നത് ഒരു 100 രൂപയായെന്ന് വിചാരിക്കാം. ഓക്കെ, 100 രൂപയായി, ഒരു 5-6 മാസത്തിന്റെ ഗ്യാപ്പില് 100 രൂപയായെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കും, അപ്പൊ ഇന്ത്യൻ കറൻസിക്ക് ഇപ്പൊ വില കൂടിയല്ലേ, അപ്പം നമുക്ക് നല്ലതാണല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനല്ല, നിങ്ങളത് തിരിച്ചു ചിന്തിക്കണം. അതായത് ഇവിടെ റുപ്പി ഡീവാല്യൂഡ് ആയതാണ്. അതായത് ഇന്ത്യയുടെ പണത്തിന്റെ മൂല്യം കുറഞ്ഞതാണ് ഇവിടെ അല്ലെ. അപ്പൊ നേരത്തെ നമുക്ക് $1 ഉണ്ടായിരുന്നെങ്കിൽ 80 രൂപയുടെ അല്ലെങ്കിൽ പറയുന്ന പോലെ 40 രൂപയുടെ 2 സാധനങ്ങൾ വാങ്ങായിരുന്നു. ഇപ്പൊ നമുക്ക് ആ $1 എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ 100 രൂപയ്ക്കുള്ള സാധനമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വാങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നേരത്തെ നമ്മൾ 80 രൂപ കൊടുത്തോണ്ടിരുന്നിടത്ത് ഇപ്പൊ നമ്മൾ എക്സ്ട്രാ 20 രൂപയും കൂടെ കൊടുത്താലേ നമുക്ക് അതിന്റെ പകുതിയും കൂടെ കിട്ടത്തുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡീവാലുവേഷൻ. അതായത് മൂല്യം ഇടിവാണ് അല്ലെ. നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയുകയാണ്, റുപ്പി ഡീവാല്യൂ ചെയ്യുന്നതായിട്ട് അറിയാൻ പറ്റും.
അപ്പൊ നേരത്തെ നമ്മള് 80 രൂപ കൊടുത്താണ് ഒരു സാധനം വാങ്ങിയെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ 100 രൂപ എക്സ്ട്രാ കൊടുക്കണം, അല്ലെ? 20 രൂപ എക്സ്ട്രാ കൊടുക്കണം. 100 രൂപയാണ് അവിടെ നമ്മളിപ്പോ അതിന് കൊടുക്കേണ്ടത്. അതായത് 20 രൂപയായിട്ട് അതിന്റെ മൂല്യം ഇടിഞ്ഞു എന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ ഈ DOP ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രൂപയുടെ വാല്യൂ കുറയ്ക്കുന്നുണ്ട്. രൂപയുടെ വാല്യൂ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു POP കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ രൂപയുടെ മൂല്യം നമ്മൾ ഈ മനഃപൂർവ്വം കുറയ്ക്കുന്നതിനാണ് ഡീവാലുവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഗവൺമെന്റ് മനഃപൂർവ്വം അവിടെ കുറയ്ക്കുകയാണ്, അല്ലാതെ തന്നെത്താനെ കുറഞ്ഞതല്ല, അത് കുറയ്ക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തേക്ക് ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് ഒഴുകി എത്താൻ തുടങ്ങി. കാരണം ഇന്ത്യക്ക് ഇപ്പം നേരത്തെ അത്രയും മൂല്യമില്ല. അപ്പൊ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചൂടെ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഗവൺമെന്റിന്റെ കൺട്രോളിൽ നിന്ന് നമ്മൾ ഈ റുപ്പി വാല്യൂ, അല്ലെ, അത് നേരത്തെ എന്ന് പറഞ്ഞാൽ രൂപയുടെ മൂല്യം നിശ്ചയിച്ചുകൊണ്ടിരുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ ഇനി അത് വേണ്ട, ഇനി നമുക്കത് മാറ്റിയിട്ട് മാർക്കറ്റ് തീരുമാനിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്, ഡിമാൻഡ് സപ്ലൈയും തീരുമാനിക്കട്ടെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ രൂപയുടെ മൂല്യം എത്രയായിരിക്കണം എന്ന്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ രാജ്യം മനഃപൂർവ്വം എന്ത് ചെയ്യാണ്, സാധനങ്ങളുടെ അല്ല, രൂപയുടെ മൂല്യം കുറയ്ക്കുകയാണ്. അപ്പൊ രൂപയുടെ മൂല്യം കുറയ്ക്കുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ, കൂടുതൽ അതായത് ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ട്, ഫോറിനേഴ്സ് എന്ന് പറയുമ്പോൾ ഫോറിൻ കൺട്രീസ് വന്നിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയും അങ്ങനെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പം നേരത്തെ അത് ഗവൺമെന്റ് ആണ് ഈ രൂപയുടെ മൂല്യമൊക്കെ ഇത്രയാണ്, ഇപ്പം $1 80 രൂപയാണെന്നൊക്കെ നിശ്ചയിച്ചുകൊണ്ടിരുന്നത് നേരത്തെ ഗവൺമെന്റ് ആണ്. പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് അല്ല, ഇപ്പൊ നമ്മുടെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ചിട്ട് എന്താണ്, ഡോളറിന്റെ മൂല്യം കൂടുവാണെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് ഇന്ത്യയിലെ റുപ്പിക്ക് എന്ത് മാറ്റം വരും, അങ്ങനെ ഡിമാൻഡ് സപ്ലൈ ഒക്കെ അനുസരിച്ചിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ആണ് കേട്ടോ. ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി. അപ്പോ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ലിബറലൈസേഷൻ ഈ മേഖലയിൽ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീഷൻ കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പഠിച്ചായിരുന്നു ഡൊമസ്റ്റിക് സെക്ടറുകളിലൊക്കെ ഈ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താണ് 18 അടവ് നോക്കിയിട്ടുണ്ട്, അല്ലെ? അതായത് ഒരു പുറത്തുള്ള രാജ്യവും വന്ന് നമ്മുടെ രാജ്യത്തിനകത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ എന്താണ് അഫക്ട് ചെയ്യരുതെന്നുള്ള രീതിക്ക് ഒരുപാട് പോളിസികൾ ഗവൺമെന്റ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് ഈ ട്രേഡും ഇൻവെസ്റ്റ്മെന്റ് പോളിസികളും കൊണ്ടുവന്നപ്പോഴത്തേക്കും അത് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ കൂട്ടുന്നു, അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ടെക്നോളജി പോലത്തുള്ള കാര്യങ്ങൾ, അല്ലെ, ഇതെല്ലാം കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നമ്മുടെ നാട്ടിലെ നമ്മൾ ഇന്ന് കാണുന്ന പലതരത്തിലുള്ള എന്താണ് മോഡേൺ ടെക്നോളജികൾ വരാനൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഈ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റമാണ്. ഓക്കെ, അപ്പൊ ലോക്കൽ ഇൻഡസ്ട്രീസിൽ ഉണ്ടായിട്ടുള്ള എഫിഷ്യൻസിക്കും ഒക്കെ ഇത് കാരണമാവുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ട്രേഡും ഇൻവെസ്റ്റ്മെന്റ് പോളിസിയും എങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ലിബറലൈസേഷൻ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞത്. കോമ്പറ്റീഷൻ കൂട്ടി, അതുപോലെ തന്നെ പല ചെറിയ ചെറിയ ഇൻഡസ്ട്രികളും ഡെവലപ്പ് ആവാൻ തുടങ്ങി, പുതിയ പുതിയ ടെക്നോളജികൾ വന്നു, ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോ നമ്മൾ ഇതൊക്കെ പറയും, അല്ലെ? നമ്മൾ വിചാരിക്കും ഓക്കെ, ഇങ്ങനെ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ കൂട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അകത്തുള്ള ഇൻഡസ്ട്രികളെ അത് ബാധിക്കും, ഇന്ത്യക്ക് അകത്തുള്ളതിനെ അത് ബാധിക്കും എന്ന് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇമ്പോർട്ടുകൾക്ക് മേലെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ്, അല്ലെ? അതായത് ഇപ്പൊ ഗവൺമെന്റ് പറയാണ്, നേരത്തെ ഞാനൊരു വെറും ഒരു എക്സാമ്പിൾ പറയാണ്, നേരത്തെ ഒരു 1000 കിലോ സാധനമാണ് അമേരിക്ക ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തതെങ്കിൽ ഇനി തൊട്ട് അത് വേണ്ട, ഇനി നമുക്ക് എത്ര മതി, ഇനി നമുക്ക് 500 മതി, ഇനി നമുക്ക് എത്ര മതി, 500 കിലോ മതി, അല്ലെ? അപ്പൊ ക്വാണ്ടിറ്റിയിലെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയാണ്. അതായത് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ നേരത്തെ 1000 കിലോഗ്രാം സാധനമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കത് വേണ്ട, ഇനി നമുക്ക് എത്ര മതി, 500 സാധനം മാത്രം നിങ്ങൾ ഇറക്കിയാൽ മതി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു സാധനം നമ്മൾ അവിടെ പഠിച്ചായിരുന്നു, താരിഫ്. ഓർമ്മയുണ്ടോ? ടാക്സ് ഓൺ ഇമ്പോർട്ട്സ് ആണ്, അല്ലെ? ഇമ്പോർട്ടിന് മേലുള്ള ടാക്സ് കൂട്ടി. അപ്പൊ നേരത്തെ 1000 സാധനത്തിന് നമ്മൾ 50 രൂപ കൊടുത്താൽ മതിയായിരുന്നെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് പറയാണ് 50 പോരാ, നിങ്ങൾ 100 തരണം. അപ്പൊ ഈ 100 തരണം എന്ന് പറയുമ്പോൾ പല ഫോറിൻ രാജ്യങ്ങളും വിചാരിക്കും, പിന്നെ നമുക്കിപ്പൊ ഭ്രാന്തല്ലേ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് അവിടെ കൊണ്ടുവന്ന സാധനം ഇറക്കാൻ, നമുക്ക് ഇന്ത്യ ഇല്ലെങ്കിൽ വേറെ മാർക്കറ്റ് കിട്ടും, ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന സാധനം ഇറക്കിക്കോളാന്ന് ഈ ഫോറിൻ രാജ്യങ്ങളും വിചാരിക്കും. അപ്പൊ താരിഫ്സ് കൂട്ടി, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ, അതായത് ഇത്ര സാധനം ഇത്ര അളവിൽ മാത്രമേ ഇന്ത്യയിലേക്ക് ഇറക്കാവൂ എന്നുള്ള രീതിയൊക്കെ അവർ മാറ്റി, അതെല്ലാം മാറ്റം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം മാറ്റിയിട്ടാണ്
നമ്മൾ ഈ പറയുന്ന ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോമുകളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചോടെ, ഇങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു കോമ്പറ്റീഷൻ വരത്തില്ല. അതായത് എന്തായാലും നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ മത്സരിക്കാൻ. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പെർഫോം ചെയ്താലും കുഴപ്പമില്ല, ആൾക്കാർ എന്തായാലും നമ്മുടെ സാധനങ്ങളെ വാങ്ങുള്ളൂ എന്നൊരു തോന്നല് ഈ ഇന്ത്യക്കകത്ത് വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രികളിൽ ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യത്തില്ല, അവരുടെ പ്രൊഡക്ഷൻ ബെറ്റർ ആക്കാനോ അല്ലെങ്കിൽ കൂടുതൽ നല്ല സാധനങ്ങൾ ഉത്പാദിപ്പിക്കാനോ ഒന്നും അവർ നോക്കത്തില്ല. അപ്പൊ അത് കാരണമാണ് നമ്മുടെ ഇന്ത്യയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും മാനുഫാക്ചറിങ് സെക്ടർ മുരടിച്ചു പോയതിന്റെ ഒരു ഒന്നാമത്തെ കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഇന്ത്യ 1991 മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഈ മാറ്റങ്ങളാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു, താരിഫ് കൊണ്ടുവന്നു എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രേഡ് പോളിസി റിഫോമുകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എടുത്ത് കളഞ്ഞു. അത് ഇമ്പോർട്ടിന് മാത്രമല്ല കേട്ടോ, എക്സ്പോർട്ടിനും എടുത്ത് കളഞ്ഞു. ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എടുത്ത് കളഞ്ഞു. അതുപോലെ താരിഫ് റേറ്റ് കുറച്ചു. അപ്പൊ നേരത്തെ നമ്മൾ എന്താണ് 50, 100 ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ 20ഉം 10ഉം ഒക്കെ ആക്കി അങ്ങനെ ഒരു നല്ല കുറവ് അവിടെ വന്നു എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ മറ്റൊരു പ്രശ്നമായിരുന്നു ഇമ്പോർട്ട് ലൈസൻസിങ് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ലൈസൻസിങ് നമ്മൾ ആക്ച്വലി എടുത്ത് കളഞ്ഞു. അതായത് ഇങ്ങോട്ട് ഇറക്കാൻ പോകുന്ന സാധനങ്ങൾ ഇപ്പോ എന്തെങ്കിലും വിഷവസ്തുക്കളോ അല്ലെങ്കിൽ നമുക്ക് എൻവയോൺമെന്റിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഇറക്കുന്നതിന് കുറച്ച് നടപടികൾ നേരത്തെ ഉണ്ടായിരുന്നു. അതായത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പുറത്തുനിന്നുള്ള പെയിന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് ലൈസൻസിങ് ഒക്കെ വേണമായിരുന്നു. അത് നമ്മുടെ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുവാണെങ്കിലും വേണം, അത് നമ്മൾ നിലനിർത്തി അല്ലെ. അതുപോലെ തന്നെ ഇമ്പോർട്ട് ലൈസൻസിങ് നമ്മൾ ഈ ഹസാഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റിന് കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുവാണെങ്കിൽ ലൈസൻസിങ് കമ്പൽസറി ആക്കി. ഓക്കെ, ലൈസൻസിങ് കമ്പൽസറി ആക്കി. അപ്പൊ ഇതൊക്കെ അതിന്റെ ട്രേഡ് പോളിസി റിഫോംസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതല്ലാതെ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷന്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കൺസ്യൂമർ ഗുഡുകളില്ലേ, അതായത് നമ്മളൊക്കെ കഴിക്കുന്ന പാക്കറ്റ് ഫുഡുകൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഏപ്രിൽ 2001 ആവുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയാണ്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയുന്നു. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി തൊട്ട് എത്ര ക്വാണ്ടിറ്റി ഓഫ് സാധനങ്ങൾ വേണമെങ്കിലും ഇറക്കുമതി ചെയ്യാം, ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ചും ഈ കൺസ്യൂമർ ഗുഡ്സ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധാരണ സാധനങ്ങൾ അതുപോലെ അഗ്രികൾച്ചർ പ്രോഡക്ട്സിനൊന്നും ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ഇല്ല, അത് കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞു. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എക്സ്പോർട്ട് ഡ്യൂട്ടി അതായത് നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോഴും ഈ രാജ്യങ്ങൾക്ക് മേല് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, ഒരു ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ടാക്സ് പോലത്തെയാണ്. ഇപ്പൊ ടാക്സ് നമ്മൾ കൊടുക്കുമായിരുന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ അല്ലെ, അത് എന്താണ് കോമ്പറ്റീഷൻ കുറയ്ക്കുമായിരുന്നു. കാരണം നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ആൾക്കാർക്ക് ഒരു ബൂസ്റ്റപ്പ് എന്നുള്ള രീതിയാവും. അപ്പൊ അതുകൊണ്ട് എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പക്ഷേ അതും എടുത്ത് കളയുകയാണ്, അതും റിമൂവ് ചെയ്തു. അത് റിമൂവ് ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, കോമ്പറ്റീഷൻ കൂട്ടുക, ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളുടെ കോമ്പറ്റീഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ എക്സ്പോർട്ട് ഡ്യൂട്ടികൾ എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. അപ്പൊ ഇനി തൊട്ട് എന്ത് ചെയ്യാം, അവരുടെ സാധനങ്ങൾ ഇപ്പം ഒരു 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനമായിരിക്കോ 80 രൂപയ്ക്ക് കിട്ടുന്ന സാധനമായിരിക്കോ നമ്മൾ ഒരേ സാധനമാണെങ്കിൽ പ്രിഫർ ചെയ്യുക, ഉറപ്പായിട്ട് 80 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ആ 80 രൂപയ്ക്ക് കിട്ടുന്ന രീതിയിൽ, അതായത് എക്സ്പോർട്ട് ഡ്യൂട്ടി കുറച്ച് ഇന്ത്യ സാധനങ്ങൾ വിൽക്കാനായിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യ പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുള്ള ട്രേഡ് പോളിസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എടുത്ത് കളയാണ് ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും. അതുപോലെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് കൺസ്യൂമർ ഗുഡ്സിലൊക്കെ ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയുന്നു ഫ്രം ഏപ്രിൽ 2001. അതുപോലെ താരിഫ് കുറയ്ക്കുന്നുണ്ട്, ലൈസൻസിങ് എടുത്ത് കളയുന്നുണ്ട്, പക്ഷെ ഹസാഡസ് ആയിട്ടുള്ള പരിസ്ഥിതിക്ക് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ലൈസൻസിങ് എടുത്ത് കളഞ്ഞു. പിന്നെ എക്സ്പോർട്ട് ഡ്യൂട്ടിയും കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലിബറലൈസേഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ ചോദിക്കും, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓരോ മേഖലയിലും ഉള്ള ചേഞ്ചസ് പഠിച്ചിരിക്കുക. അതായത് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ്, അതുപോലെ ഫിനാൻസിൽ എങ്ങനെയാണ്, പിന്നെ ടാക്സിൽ എന്ത് മാറ്റങ്ങളാണ് വന്നത്, ഫോറിൻ എക്സ്ചേഞ്ചിൽ എന്ത് മാറ്റങ്ങൾ വന്നു, ഏറ്റവും അവസാനം ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.